വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായി ഇപ്പോൾ കേരള PSCയിൽ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിനേഷൻസ് ആയിരുന്നു എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ PWD AE ആൻഡ് ഓൾസോ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ 3 എക്സാമിനേഷൻസ് കഴിഞ്ഞ് ഇപ്പം കുറച്ച് നാളായി നമുക്ക് അധികം പുതിയ നോട്ടിഫിക്കേഷൻസ് ഒന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉടൻ തന്നെ നമുക്ക് കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അങ്ങനെ തുടങ്ങി 2-3 നോട്ടിഫിക്കേഷൻസ് ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കേരള PSC എക്സാമിനേഷൻസിനോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻസും ഏതൊക്കെയാണ്, ഏതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ എക്സാമിനേഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് കേരള PSC ഇലക്ട്രോണിക്സ് എക്സാമിനേഷൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരാൻ പോകുന്ന, അതായത് നോട്ടിഫിക്കേഷൻസ് ഉടനടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന എക്സാമിനേഷൻസ് ആണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അതിനകത്ത് ആദ്യത്തത് പോലീസ് കോൺസ്റ്റബിൾ ഇൻ ടെലി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ, ഇതിപ്പോൾ ഈ കാറ്റഗറി നമ്പർ കഴിഞ്ഞ എക്സാമിനേഷൻ്റെ കാറ്റഗറി നമ്പറാണ്. അപ്പോൾ അന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് ശരിക്കും 393 സ്റ്റുഡൻസ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. 42 അഡ്വൈസസ് അതിനകത്തുനിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നോക്കിക്കേ 2023 ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു കാലാവധി തീരും. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരള PSCയുടെ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എക്സാം നടത്തി വരുന്ന ആ പാറ്റേൺ ഒക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ, ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ, അത് ആ ഇഫക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അതേകൂട്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റ് തീരാറാകുമ്പോഴത്തേക്കും തന്നെ ആ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ആ ഒരു പാറ്റേണിൽ കണ്ടുവന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഉടനടി തന്നെ നമുക്ക് ഈ പോലീസ് കോൺസ്റ്റബിൾ ഇൻ ടെലി കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂട്ട് തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഈ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനടി പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ മാസം 30-ാം തീയതി ഇതേ പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെയും ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ എക്സാമിനേഷനിൽ 143 കാൻഡിഡേറ്റ്സ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് 70 അഡ്വൈസസ് പോയ എക്സാമിനേഷനാണ്. നോക്കണം, അത്ര നല്ല രീതിയിൽ അത്രയും അഡ്വൈസസ് പോയ ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 സെപ്റ്റംബറിലായിരുന്നു. അപ്പം ഉടനടി തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുൻപ് തന്നെ എക്സാമിനേഷൻ എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നോട്ടിഫിക്കേഷനും ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസറാണ് അല്ലേ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. കഴിഞ്ഞ തവണ എക്സാമിനേഷൻ നടന്ന കാറ്റഗറി നമ്പറാണ് 725/2021. അപ്പോൾ ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്. കഴിഞ്ഞ ഒരു എക്സാമിനേഷനിൽ ഈ പറഞ്ഞതുപോലെ 75 പേരെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. ഇനി ഒരു വർഷം കൂടി ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് അടുത്ത വർഷം ഒരു നവംബർ ആകുമ്പോഴത്തേക്കുവേ 2027 നവംബറിലെ നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തീരുകയുള്ളൂ. 2024 നവംബറിലാണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ വർഷം ഒരു നവംബർ ഡിസംബർ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എക്സാമിനേഷനും അടുത്ത വർഷം ആദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് 28 അഡ്വൈസസോളം പോയി കഴിഞ്ഞു. 75 മെയിൻ ലിസ്റ്റിനകത്തുനിന്ന് 28 അഡ്വൈസസ് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത വർഷം നവംബർ വരെ ഇതിൻ്റെ കാലാവധി ഉണ്ട്. അപ്പം നമ്പർ ഓഫ് വേക്കൻസീസും അതുപോലെ തന്നെ നല്ല ഒരു കുറേ 28 വേക്കൻസീസോളം ഫിൽഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനടി പ്രതീക്ഷിക്കാം. പിന്നുള്ളത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സും കഴിഞ്ഞ തവണ പരീക്ഷ നടന്ന കാറ്റഗറി നമ്പറാണ് ഇതും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 3 പോസ്റ്റുകളിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ വരാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും പിന്നെ
അസിസ്റ്റൻറ്റ് പ്രൊഫസറും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് ശേഷമായിട്ടോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് തന്നെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രേഡ്സ്മാൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 94 അഡ്വൈസസ് പോയ ഒരു എക്സാമാണ്. ഓക്കെ, അതിനുശേഷം റിട്ടയർമെൻറ്റും പിന്നെയുള്ള വേക്കൻസീസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അടുത്ത ഒരു എക്സാമിനേഷൻ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അത് ഏതൊരു പോസ്റ്റ് ആണെങ്കിലും. ഓക്കെ, ഇതും ഈ റാങ്ക് ലിസ്റ്റ് വന്നത് 2025 ഏപ്രിലായിരുന്നു. സോ ഒരു അടുത്ത വർഷം ഒരു മിഡിലോടുകൂടിയൊക്കെ നമുക്ക് എന്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ നോക്കിയാലും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നോക്കിയാലും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിലൊക്കെ നോക്കിയാലും ഇതിൻ്റെ സബ്ജക്ട്സ് ഒക്കെ കുറേ ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ കുറേ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടക്കും. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാമിനേഷനൊക്കെ ഒരു 6 മന്ത്സിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഓക്കെ, നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയറോളം നമ്മൾ ആ ഒരു ലോങ് റണ്ണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാമിനേഷനിൽ ടോപ്പിലെത്താൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലി ഉറപ്പാകാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കണം നമുക്ക് ആ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ, ഓക്കെ, കൃത്യമായ ഒരു ലേണിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇപ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിത്തിൻ 1 മന്ത് നമുക്ക് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഒരു 6 മന്ത്സിനുള്ളിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ ഇത് റൈറ്റ് ടൈമാണ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, കേരള PSCയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം BSNL JTO റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 100 വേക്കൻസീസോളം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഒരു 379 വേക്കൻസീസാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ റിപ്പോർട്ട് ആയിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ കേരള PSCയുടെ ഇപ്പോഴത്തെ സിലബസ് എന്ന് പറഞ്ഞാൽ നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള എല്ലാ കോർ സബ്ജക്റ്റും അടങ്ങിയിരിക്കുന്ന സിലബസ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ് എടുത്ത് നോക്കിക്കോളൂ. കോർ സബ്ജക്റ്റ് കൂടാണ്ട് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് ടോപ്പിക്സ് വരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ സിലബസ് നോക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള PSC, ഇപ്പോഴത്തെ നല്ല കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് അവർ ചെയ്തിരിക്കുന്ന ആ ഒരു സിലബസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷന് പോലും ഫോളോ ചെയ്യുന്ന സിലബസ് ആണ്. ഓക്കെ, പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡിലും ഈ പറഞ്ഞ ഇതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ ബാർക്ക്, ദാറ്റ് ഈസ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ആൻഡ് ഓൾസോ ഇസ്രോ സയൻറ്റിസ്റ്റ് എഞ്ചിനീയറും ഉടനടി തന്നെ വിളിക്കും. പിന്നെ ഇത് കൂടാണ്ട് ഒരുപാട് നിരവധി വേറെ പോസ്റ്റുകളും സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ട്. ഇനി വരാനും ഇരിക്കുന്നുണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം ഇതിന് നമുക്കൊരു കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സിലബസ് ലേണിംഗ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSCയുടെ സിലബസിൻ്റെ അതേ കോർ സബ്ജക്റ്റുകളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യേണ്ടത്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇനി ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വരാൻ പോകുന്നത്. സോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ECE പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും വേഗം ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിങ്ങിലൂടെ നമുക്ക് എക്സാമിനേഷനിൽ ടോപ്പിലെത്താൻ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലി എത്രയും വേഗം കിട്ടുള്ളൂ. അല്ല റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ലാസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ അത് അത്രയും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു കോഴ്സ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എത്രയും വേഗം നമ്മുടെ അക്കാഡമിയിലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഓൾ ദി ബെസ്റ്റ്.